വിഷു ഇങ്ങ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വിഷു ആഘോഷിക്കാൻ മലയാളികളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് പടക്കമാണെന്ന് നമുക്കറിയാം. എന്നാൽ പടക്കം പൊട്ടിക്കുന്നത് കേവലം ഒരു ആഘോഷം മാത്രമാണോ? മറിച്ച് അതിന് ചില ഐതിഹ്യങ്ങൾ കൂടിയുണ്ട്. അതെന്താണെന്ന് നോക്കി വരാം. ഈ പകൽ തീരുന്നതോടെ ആഘോഷം തുടങ്ങുകയാണ്. ഓരോ വീടും കണിയൊരുക്കത്തിനൊപ്പം പടക്കങ്ങളും വാങ്ങി ഒരുങ്ങിക്കഴിഞ്ഞു. കണ്ണഞ്ചിപ്പിച്ചും കാത് വിറപ്പിച്ചും വിഷു തകർക്കും. കേവലം ഉല്ലാസത്തിനും ആഘോഷത്തിനും അപ്പുറം പടക്കം പൊട്ടിക്കലിന് ഹൈന്ദവ പുരാണങ്ങളുടെ പിൻബലമുണ്ട്. നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ചതിന്റെ ആഹ്ലാദ സൂചകമായാണ് പടക്കം പൊട്ടിക്കുന്നത് എന്നാണ് ഒരു പ്രധാന ഐതിഹ്യം. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ ആഘോഷമായാണ് ഈ ശബ്ദഘോഷങ്ങൾ കണക്കാക്കപ്പെടുന്നത്. ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ ദുഷ്ടശക്തികളും അകന്നുപോകുമെന്ന ഒരു വിശ്വാസം പണ്ടുമുതലേ നിലനിൽക്കുന്നുണ്ട്. വീടും പരിസരവും ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായും പടക്കം പൊട്ടിക്കലിനെ കാണുന്നു. കൊയ്ത്തുത്സവം കൂടിയായ വിഷുവിൽ വിളവെടുപ്പിന്റെ സന്തോഷം പങ്കുവെക്കാനും ഐതിഹ്യം വന്നെത്തുന്നതിനെ വരവേൽക്കാനുമുള്ള ഒരു മാർഗമായി പടക്കം പൊട്ടിക്കൽ പിൻകാലത്ത് മാറി. മുൻകാലങ്ങളിൽ ഓലപ്പടക്കങ്ങളും കതിനകളുമായിരുന്നു പ്രധാനമെങ്കിൽ ഇന്നത് പലതരം വർണ്ണപ്പടക്കങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. കുട്ടികൾ തന്നെയാണ് ആഘോഷങ്ങളിൽ മുൻപിൽ. പീക്കോക്ക്, പിന്നെ പൈസ പോലത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്, റെഡ് ബുള്ളിന്റെ എന്താ മേടിച്ചിട്ടുണ്ട്, ചറവറ, കമ്പിത്തിരി, മാലപടക്കം പേടിയാണ്. പിന്നെ ഓലപ്പടക്കം, കമ്പിത്തിരി, ചക്രം, മെഷപ്പൂ, കമ്പിത്തിരി, ചറവറ. മെഷപ്പൂ 2000. പടക്കം വിഷുക്കാലത്തെ പ്രധാന വിപണിയാണ്. ഓരോ വർഷവും നല്ല പടക്കങ്ങളും ന്യായവിലയും മലയാളി എവിടെയാണെങ്കിലും തേടിക്കണ്ടെത്തും. എറണാകുളം നഗരത്തിന്റെ തീവിലയിൽ നിന്ന് രക്ഷയാണ് പറവൂർ ചെറിയപ്പള്ളിയിലെ മോനാപ്പാസ്. ഇവിടെ അടിപൊളിയാണ്. നേരത്തോട്ട് വർഷങ്ങളായല്ല എന്താ ഓലപ്പടക്കമൊക്കെ മേടിച്ച് അറിയാലോ. പൊട്ടിക്കലും പരിപാടിയൊക്കെയാണ് ചെറുപ്പത്തില്. അല്ല, ഇതിപ്പോ നമ്മൾ പറയാണ്ട് തന്നെ ഒരുപാട് പേര് അറിഞ്ഞു വരുന്നുണ്ട്. കാരണം അത്രയും ഫേമസ് ആണ്. മിതമായ നിരക്കിലാണ് ഇവിടുന്ന് കൊടുത്തത്. കുട്ടികൾക്കുള്ളതാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കമ്പിത്തിരി, മത്താപ്പ്, അതേപോലെ അതിലുള്ള വെറൈറ്റികൾ, പല കളറുകൾ, ഓറഞ്ച് കളറിലെ കമ്പിത്തിരിയും നീല കളറിലെ കമ്പിത്തിരിയും, അങ്ങനെ പല പല കളറിലെ കമ്പിത്തിരികൾ. അതേപോലെ തന്നെ മേശാപ്പ് ആണെങ്കിലും പല കളർ, മൾട്ടി കളർ, പിന്നെ മേളിൽ പോകുന്ന ഷോർട്ട് ഐറ്റംസ് വെറൈറ്റികളാണ് നമ്മൾ ഇത്തവണ അവതരിപ്പിച്ചേക്കുന്നത്. കണിക്കാഴ്ചയുടെ ഐശ്വര്യവും വിഷു സദ്യയുടെ സമൃദ്ധിയും പടക്കത്തിന്റെ ആഘോഷവുമായി വിഷു ഇത്തവണയും പൊടി പൊടിക്കട്ടെ. തോക്കും ഗദയും വാളുമെല്ലാമായി പൊടിപൂരമാണ് പടക്ക വിപണി. ഈ പൊട്ടലും ചീറ്റലുമൊന്നുമില്ലാതെ മലയാളികൾക്ക് എന്ത് വിഷു ആഘോഷമാണ്. ക്യാമറമാൻ അനന്തുവിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം, കൊച്ചി.